ലുംബിനി നേപ്പാളിലെ ഒരു പ്രമുഖ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലമായി ഇത് അറിയപ്പെടുന്നു. ബുദ്ധന്റെ ജന്മസ്ഥലം സിദ്ധാർത്ഥ ഗൗതമൻ ലുംബിനിയിലെ ഒരു സാൽ മരത്തിന്റെ ചുവട്ടിൽ ജനിച്ചു എന്നാണ് ബുദ്ധമതാതിഹ്യം. ലുംബിനിയിൽ നിരവധി സ്തൂപങ്ങളും ബുദ്ധമത കേന്ദ്രങ്ങളും കാണാം. ഇവയെല്ലാം ബുദ്ധമത വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ലോക സമാധാന സ്തൂപം ലുംബിനിയിലുള്ള ഈ സ്തൂപം ലോകത്തിലെ 80 സമാധാന സ്തൂപങ്ങളിൽ ഒന്നാണ്. ലോക സമാധാന പഗോഡ ജപ്പാൻ ബുദ്ധമത സംഘടനകൾ നിർമ്മിച്ച മനോഹരമായ ഒരു വെളുത്ത പഗോഡയാണിത്. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണിത്. ലുംബിനി മ്യൂസിയം ബുദ്ധന്റെ ജീവിതത്തെയും തത്വങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ലംബിനിയിലെ ഈ ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. രാജകീയ തായ് ആശ്രമം തായ്ലൻഡിലെ ബുദ്ധമത സംഘടനകൾ നിർമ്മിച്ച ഈ ആശ്രമം തായ് വാസ്തുവിദ്യയ്ക്ക് ഉദാഹരണമാണ്. വെളുത്ത മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നേപ്പാളിലെ ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബുദ്ധവിഹാരമാണ് മ്യാൻമർ ഗോൾഡൻ ടെമ്പിൾ ലോകാമണി ചൂള പഗോഡ. ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെ നിരവധി അന്താരാഷ്ട്ര ബുദ്ധവിഹാരങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രം പരമ്പരാഗത ബർമീസ് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അതിന്റെ വാസ്തുവിദ്യ, അലങ്കാരങ്ങൾ, സ്വർണത്തിന്റെ സമൃദ്ധമായ ഉപയോഗം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ലളിതവും ആകർഷകവുമായ രൂപകൽപ്പനയുള്ള ലുംബിനിയിലെ സിംഗപ്പൂർ വിഹാര ക്ഷേത്രം ബുദ്ധമത വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. നേപ്പാളിലെ ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സിംഗപ്പൂർ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ നിർമ്മിച്ചതാണ്. ലളിതമായ വാസ്തുവിദ്യയും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ശാന്തമായ ഒരിടവുമാണ് ഈ ക്ഷേത്രം. പരമ്പരാഗത ബുദ്ധമത ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള ചുവരുകളും സ്വർണ്ണ നിറത്തിലുള്ള താഴികക്കുടവും ഇതിന്റെ പ്രധാന ആകർഷണമാണ്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി വിശാലമായ പ്രദേശം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു പുറത്ത് ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങൾ കാണാം. പ്രധാന ആകർഷണങ്ങൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഏറ്റവും അനുയോജ്യമായ ഒരിടം, ശാന്തമായ അന്തരീക്ഷം, ബുദ്ധമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മനോഹരമായ പൂന്തോട്ടം. സമാധാനപരവും ഭക്തിനിർഭരവുമായ ഒരനുഭവമാണ് ഇവിടം സന്ദർശിക്കുമ്പോൾ ലഭിക്കുക. ലളിതവും എന്നാൽ ആകർഷകവുമായ നിർമ്മിതി സിംഗപ്പൂർ വിഹാര ക്ഷേത്രം ലുംബിനിയിലെത്തുന്ന സന്ദർശകർക്ക് ഒരുപാട് ആകർഷകമായ കാഴ്ചകളും അനുഭവങ്ങളും നൽകുന്നു. നേപ്പാളിലെ ലുംബിനിയിലുള്ള കൊറിയൻ ആശ്രമം ദേസങ് ശാക്യസ അല്ലെങ്കിൽ കൊറിയൻ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നു. ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെ നിരവധി അന്താരാഷ്ട്ര ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ആശ്രമം. കൊറിയൻ ബുദ്ധമത വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദനീയമാണ്. ആശ്രമത്തിൽ മനോഹരമായ പൂന്തോട്ടങ്ങളും ശാന്തമായ അന്തരീക്ഷവുമുണ്ട്. കൂടാതെ ധ്യാനിക്കാനുള്ള ഇടങ്ങളും ബുദ്ധമത പഠനത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ചുവരുകളിൽ വിവിധ നിറങ്ങളിൽ ഉള്ള ചിത്രപ്പണികളും മേൽക്കൂരകളിൽ ഫ്രെസ്കോകളും കാണാം. കുറഞ്ഞ ചിലവിൽ താമസ സൗകര്യവും 3 നേരത്തെ ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. ധ്യാനിക്കാനും ലളിതവും മനോഹരവുമായ ഫ്രാൻസ് ക്ഷേത്രം ലുംബിനിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇത് ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ലുംബിനിയിലെ ഫ്രഞ്ച് ബുദ്ധിസ്റ്റ് യൂണിയൻ നിർമ്മിച്ചതാണ്. ലളിതമായ വാസ്തുവിദ്യയും ശാന്തമായ അന്തരീക്ഷവും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ചൈനീസ് ആശ്രമം ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധമത ആശ്രമമാണ്. സന്ദർശകർക്ക് സമാധാനപരവും മനോഹരവുമായ അനുഭവം നൽകുന്ന ഒരു സ്ഥലമാണിത്. ലുംബിനിയിലെ പാശ്ചാത്യ മൊണാസ്ട്രി സോണിൽ കൊറിയൻ ബുദ്ധക്ഷേത്രത്തിന് എതിർവശത്തായി ഇത് സ്ഥിതി ചെയ്യുന്നു. പഗോഡ ശൈലിയിലാണ് ഈ ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത്.
ഇത് ചൈനയിലെ നിരോധിക്കപ്പെട്ട നഗരത്തിന് സമാനമാണ്. മനോഹരമായി പരിപാലിക്കുന്ന പൂന്തോട്ടങ്ങളും വലിയ ബുദ്ധപ്രതിമയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. സന്ദർശകർക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു പ്രശാന്തമായ സ്ഥലമാണിത്. പ്രാർത്ഥന നടത്താനും തിരികൾ കത്തിക്കാനും അനുഗ്രഹങ്ങൾ വാങ്ങാനും ഇവിടെ സൗകര്യമുണ്ട്. ലുംബിനിയിൽ എത്തിയ ശേഷം നടക്കുകയോ ബൈക്കിൽ യാത്ര ചെയ്യുകയോ ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ചൈനീസ് ആശ്രമം ലുംബിനി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ്. ഇതുകൂടാതെ ലുംബിനിയിൽ നിരവധി രാജ്യങ്ങൾ സ്ഥാപിച്ച ബുദ്ധമത ആശ്രമങ്ങളും മ്യൂസിയങ്ങളും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളും കാണാം. ലുംബിനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പ്രാർത്ഥനകളും ധ്യാനങ്ങളും നടത്താറുണ്ട്. ഏകദേശം 4.8 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള വലിയ ചതുരാകൃതിയിലുള്ള സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സന്യാസി മഠങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും ചൈന, ജപ്പാൻ, തായ്ലൻഡ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി സന്യാസി മഠങ്ങളുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് ഭൈരഹാവ വഴി ലുംബിനിയിലെത്താം. ജർമ്മൻ ആശ്രമം ജർമ്മൻ താര ഫൗണ്ടേഷൻ നിർമ്മിച്ച ഈ സ്തൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇതിന്റെ നടുവിൽ ഒരു ബുദ്ധപ്രതിമയും കാണാം. ജർമ്മൻ ആശ്രമം ലുംബിനിയിലെ ഒരു ബുദ്ധ ആശ്രമമാണ്. ഇത് ലുംബിനിയിലെ ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ലുംബിനി ബുദ്ധൻ ജനിച്ച സ്ഥലമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ ഒരു പുണ്യസ്ഥലമാണ്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത സംഘടനകൾ ഇവിടെ ആശ്രമങ്ങൾ പണിതിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജർമ്മൻ ആശ്രമം. ജർമ്മൻ ആശ്രമം ലുംബിനിയിലെ ബുദ്ധമത കേന്ദ്രങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതിയാണ്. ബുദ്ധമത വിശ്വാസികളുടെ ആത്മീയ യാത്രയിൽ ലുംബിനി ഒരു പ്രധാന സ്ഥലമാണ്. ജർമ്മൻ ആശ്രമം ബുദ്ധമത പഠനത്തിനും ധ്യാനത്തിനും ഉള്ള ഒരിടം കൂടിയാണ്. ലുംബിനിയിൽ എത്തുന്നവർക്ക് ഇതും സന്ദർശിക്കാവുന്നതാണ്. ലളിതവും എന്നാൽ മനോഹരവുമായ നിർമ്മിതിയാണ് ഈ ആശ്രമത്തിന്റെ പ്രത്യേകത. കൊറിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ആശ്രമത്തിൽ വർണ്ണാഭമായ ചുവർച്ചിത്രങ്ങളും കാണാം. ഇവിടെ സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യവും നൽകുന്നു. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല, എന്നാൽ ക്ഷേത്രത്തിന് പുറത്തുള്ള പൂന്തോട്ടങ്ങളിൽ ഫോട്ടോ എടുക്കാം. ക്ഷേത്രത്തിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഷോൾഡറും കാൽമുട്ടുകളും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. ലുംബിനിയിലെ ഭക്ഷണം പ്രാദേശിക നേപ്പാളി വിഭവങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും ഉൾക്കൊള്ളുന്നു. മിക്കവാറും സസ്യാഹാരമാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. ബുദ്ധമത തത്വങ്ങൾക്ക് അനുസൃതമായി പല വിഭവങ്ങളിലും ബീഫ് ഉൾപ്പെടുത്താറില്ല. ദാൽ ഭട്ട് ആവിയിൽ വേവിച്ച ചോറും പരിപ്പ് കറിയും ചേർന്ന നേപ്പാളിന്റെ പരമ്പരാഗത വിഭവമാണിത്. മോമോ പച്ചക്കറികളോ ഇറച്ചിയോ ബീഫ് ഒഴികെ നിറച്ച ടിബറ്റൻ ശൈലിയിലുള്ള ഒരുതരം കൊഴുക്കട്ടയാണിത്. തുപ്പ സ്വാദിഷ്ടമായ സൂപ്പോടുകൂടിയ നൂഡിൽ സൂപ്പാണിത്. ഇതിൽ പച്ചക്കറികളും അല്ലെങ്കിൽ ഇറച്ചിയും ബീഫ് ഒഴികെ സാധാരണയായി ഉണ്ടാകും. ചപ്പാത്തി നേപ്പാളി കറികളോടും മറ്റ് സസ്യാഹാര വിഭവങ്ങളോടും ഒപ്പം കഴിക്കുന്ന പരന്ന റൊട്ടിയാണിത്. ആലു തമക്കിഴങ്ങ്, ആലു, മുളകൾ, തമ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പുളിരസമുള്ള നേപ്പാളി കറിയാണിത്. വെജിറ്റബിൾ പുലാവ് പലതരം മസാലകളും പച്ചക്കറികളും ചേർത്ത സുഗന്ധമുള്ള ചോറ് വിഭവമാണിത്. സമോസ് മസാല ചേർത്ത ഉരുളക്കിഴങ്ങും സവാളയും പേരും പോലുള്ളവ നിറച്ച വറുത്തതോ ചുട്ടെടുത്തതോ ആയ ഒരുതരം പലഹാരമാണിത്. സെൽ റോട്ടി പരമ്പരാഗതമായ മധുരമുള്ള നേപ്പാളി അരി ദോശയാണിത്.
ലുംബിനി നേപ്പാളിലെ ഒരു പ്രമുഖ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലമായി ഇത് അറിയപ്പെടുന്നു. ബുദ്ധന്റെ ജന്മസ്ഥലം സിദ്ധാർത്ഥ ഗൗതമൻ ലുംബിനിയിലെ ഒരു സാൽ മരത്തിന്റെ ചുവട്ടിൽ ജനിച്ചു എന്നാണ് ബുദ്ധമതാതിഹ്യം. ക്ഷേത്രം ബുദ്ധന്റെ ജന്മം നടന്ന സ്ഥലം അടയാളപ്പെടുത്തുന്നു. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം ലുംബിനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ലുംബിനിയിലെ പ്രധാന ആകർഷണങ്ങൾ മായാദേവി ക്ഷേത്രവും അശോക സ്തംഭവുമാണ്. കൂടാതെ നിരവധി സ്തൂപങ്ങളും ആശ്രമങ്ങളും ഇവിടെയുണ്ട്. മായാദേവി ക്ഷേത്രം വിശാലമായ ഒരു നടപ്പാതയും കനാലും ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നു. മായാദേവി ക്ഷേത്രം നേപ്പാളിലെ ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ്. ബുദ്ധന്റെ മാതാവായ മായാദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇതിഹാസങ്ങൾ അനുസരിച്ച് BC 563 സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധൻ ഇവിടെയാണ് ജനിച്ചത്. ഈ ക്ഷേത്രത്തിൽ ബുദ്ധന്റെ ജന്മവുമായി ബന്ധപ്പെട്ട മാർക്കർ സ്റ്റോണും ശില്പവുമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ബുദ്ധന്റെ കാൽപ്പാടുകളും ബുദ്ധന്റെ ജനനത്തെക്കുറിച്ചുള്ള ശില്പങ്ങളും കാണാം. ലുംബിനിയിലെ പ്രധാന ക്ഷേത്രമാണിത്. ഗൗതമ ബുദ്ധന്റെ മാതാവായ മായാദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം. 3-ാം നൂറ്റാണ്ടിൽ BCE മായാദേവി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഇതിനു താഴെയുള്ള ആദ്യകാല ക്ഷേത്രം BC 550 നിർമ്മിച്ചതാണ്. അറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് ബുദ്ധൻ ജനിച്ചതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനുള്ളിൽ ബുദ്ധന്റെ ജനനവുമായി ബന്ധപ്പെട്ട പല പുരാതന ശില്പങ്ങളും സ്മാരകങ്ങളും കാണാം. മാർക്കർ സ്റ്റോൺ ബുദ്ധന്റെ ജനനസ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന കല്ല്. ലുംബിനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. പുരാതനമായ ആശ്രമങ്ങളുടെ അവശിഷ്ടങ്ങളും ഒരു ബോധിവൃക്ഷവും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കാണാം. മായാദേവി ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി ഇന്ത്യൻ, നേപ്പാളി വാസ്തുവിദ്യകളുടെ സങ്കലനമാണ്. നിർമ്മാണത്തിന് ചുട്ട ഇഷ്ടികയാണ് ഉപയോഗിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ലളിതവും മനോഹരവുമാണ്. മായാദേവി ക്ഷേത്രം നേപ്പാളിലെ യുനെസ്കോ ലോക പൈതൃക സൈറ്റായ ലുംബിനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ബുദ്ധക്ഷേത്രമാണ്. അശോക സ്തംഭം BC 249 ചക്രവർത്തി അശോകൻ ലുംബിനി സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഈ സ്തംഭം. ഇതിൽ ബുദ്ധന്റെ ജന്മസ്ഥലമെന്നതിനെക്കുറിച്ചുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. അശോക സ്തംഭം ബുദ്ധന്റെ ജന്മസ്ഥലത്തെ അടയാളപ്പെടുത്താൻ BC 3-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി അശോകൻ സ്ഥാപിച്ച സ്തംഭമാണിത്. ബുദ്ധന്റെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ശിലാശാസനം ഇതിൽ കാണാം. ഈ സ്തംഭം ലുംബിനിയുടെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നു. അശോകസ്തംഭം ലുംബിനിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ബുദ്ധമത വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ലുംബിനി. അശോകൻ ബുദ്ധമത വിശ്വാസിയായി മാറിയ ശേഷം ലുംബിനി സന്ദർശിക്കുകയും ഈ സ്തംഭം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന് ഏകദേശം 25 അടി ഉയരമുണ്ട്. ഇതിനു മുകളിലായി ഒരു മണികൂടവും അതിനു മുകളിലായി ഒരു സിംഹവുമുണ്ട്. ഈ സ്തംഭത്തിലുള്ള ലിഖിതങ്ങൾ ലുംബിനിയെ ബുദ്ധന്റെ ജന്മസ്ഥലമായി സ്ഥിരീകരിക്കുന്നു. കൂടാതെ അശോകൻ ഈ പ്രദേശം സന്ദർശിച്ചതിനും ഇവിടത്തെ നികുതി ഒഴിവാക്കിയതിനും ഈ ലിഖിതങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഈ ലിഖിതങ്ങൾ പ്രിയപ്പെട്ട ദേവന്മാരുടെ ദാസൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അശോകന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്നു. ഈ സ്തംഭത്തിൽ ബ്രാഹ്മി ലിപിയിൽ ഒരു ലിഖിതം കൊത്തിവച്ചിട്ടുണ്ട്. അതായത് ശാക്യമുനി ബുദ്ധൻ ഇവിടെ ജനിച്ചു. അശോകസ്തംഭം ലുംബിനിയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെയും ബുദ്ധമത വിശ്വാസത്തിലെ അതിന്റെ സ്ഥാനത്തെയും എടുത്തു കാണിക്കുന്നു. ഇത് ലുംബിനിയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുന്നു. പുഷ്കരണി കുളം ഇത് പുണ്യ തീർത്ഥക്കുളമായാണ് കണക്കാക്കപ്പെടുന്നത്. ബുദ്ധന്റെ മാതാവ് പ്രസവത്തിനു ശേഷം ഈ കുളത്തിൽ കുളിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പീപ്പൽ വൃക്ഷം ക്ഷേത്രത്തിനു ചുറ്റും ബുദ്ധൻ ഈ വൃക്ഷത്തിന്റെ തണലിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു പീപ്പൽ വൃക്ഷമുണ്ട്. നേപ്പാളിലെ ലുംബിനിയിലുള്ള പുഷ്കരണി കുളം ബുദ്ധമത വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. മായാദേവി ക്ഷേത്രത്തിന് തൊട്ട് അടുത്താണ് പുഷ്കരണി കുളം സ്ഥിതി ചെയ്യുന്നത്. ഗൗതമ ബുദ്ധനെ ആദ്യമായി കുളിപ്പിച്ചതും ഈ കുളത്തിലാണെന്ന് പറയപ്പെടുന്നു. ചതുരാകൃതിയിൽ ഉള്ള കുളം. പുഷ്കരണി കുളം ചതുരാകൃതിയിലുള്ളതും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടികളോടുകൂടിയതുമാണ്.
കുളത്തിന് സമീപം നിരവധി ബോധി വൃക്ഷങ്ങളും കാണാം. വിശ്വാസികൾ ഈ മരങ്ങൾക്ക് ചുറ്റുമിരുന്ന് ധ്യാനിക്കാറുണ്ട്. ദീപാലങ്കാരം പ്രത്യേക അവസരങ്ങളിൽ കുളത്തിന് ചുറ്റുമുള്ള പടികൾ എണ്ണ വിളക്കുകളാൽ അലങ്കരിച്ച് ഈ വിശുദ്ധ സ്ഥലം ആരാധിക്കാറുണ്ട്. आपका नाम? हमारा नाम नजीर खान मुसलमान। ओके माँ का नाम चितारून ओके और हमारे पिताजी का नाम अहमद हुसैन। ओके हमारे घर नेपाल में है और हमारे माँ का घर इंडिया में है, गोरखपुर। और हमारे पिताजी नेपाल का हैं। ओके Lumbini, located in Nepal, is a UNESCO World Heritage Site and the birthplace of Siddhartha Gautama, who later became the Buddha. The site is a major pilgrimage destination for Buddhists and offers a glimpse into the life and teachings of the Buddha through its temples, monasteries, and archaeological remains. Mayadevi Temple. This temple is the most sacred site in Lumbini, marking the exact spot where Queen Mayadevi is believed to have given birth to Siddhartha Gautama. It houses the marker stone, believed to be the place where the Buddha took his first 7 steps, and the sandstone sculpture depicting Mayadevi giving birth. The central temple at the heart of the Lumbini complex. It marks the traditional birthplace of the Buddha. Archaeological remains within the temple include a marker stone indicating the exact spot where Queen Mayadevi is believed to have given birth to Siddhartha Gautama. Excavations have revealed layers of brick structures dating back to the 3rd century BC, and a timber shrine from the 6th century BC, offering insight into the site's history and continuous use as a place of worship. The temple's architecture has seen numerous renovations over the centuries, with the current structure being rebuilt in 2003 by the Lumbini Development Trust. Ashoka Pillar, erected by the Indian Emperor Ashoka in 249 BC. This pillar commemorates the Buddha's birth and is a testament to the historical significance of Lumbini. Located within the sacred garden, near the Mayadevi temple, stands the Ashoka pillar. The pillar bears the oldest inscription in Nepal, in Brahmi script, explicitly stating that Lumbini is the birthplace of the Buddha. The pillar is a significant historical and archaeological testament to Lumbini's importance and a powerful symbol of Buddha's legacy. Sacred Garden. This area encompasses the Mayadevi temple, the Ashoka pillar, and other archaeological remains. Lumbini features numerous monasteries built by different Buddhist countries, showcasing diverse architectural styles and representing various Buddhist traditions. Stupas. These are bell-shaped structures that serve as Buddhist shrines, with many found in the sacred garden and surrounding areas. Archaeological remains. Excavations in Lumbini have unearthed various ancient structures, including stupas, monasteries, and other relics that offer insights into the early history of Buddhism. Tranquil atmosphere. The peaceful and serene environment of Lumbini contributes to its spiritual significance, providing a conducive space for meditation and reflection. Cultural significance. Lumbini is not just a religious site, it also holds cultural and historical importance, reflecting the spread of Buddhism and its influence on the region. Ecotourism. The area offers opportunities for ecotourism, allowing visitors to explore the natural beauty and cultural heritage of Lumbini while learning about Buddhist principles. Festivals. Lumbini celebrates various festivals, including Buddha Jayanti, with participation from diverse communities, further highlighting its cultural richness.